ഫോൺ യൂസേജ് ഒക്കെ എങ്ങനെയായിരുന്നു? എങ്ങനെ എത്ര സമയം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കും? ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഇപ്പൊ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ +1 ടെക്സ്റ്റ് ബുക്കിന് നല്ല പൈസയില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് വേണ്ട, ഞാൻ ആരുടെങ്കിലും പഴയത് വാങ്ങിക്കണം. ഇപ്പൊ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഡെയിലി പോകാനായാലും വരാനായാലും കുറെ പൈസ വേണം. ഇവരെങ്ങനെയെങ്കിലും ഞാൻ ഒരു ജോലിയിലെടുത്ത് നല്ല നിലയിൽ എത്തിച്ചോണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്ത്. ഹായ്, ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് കാസർഗോഡ് എന്നുള്ള കാസർഗോഡ് എന്നാണ് സാധാരണ പറയാം. കാസർഗോഡ് അല്ലെ, കാസർഗോഡ് എന്നുള്ള ഹസീബയാണ്. ഹസീബ നമ്മളുടെ കൂടെ +1 +2 പഠിച്ചിട്ട് റെസിഡൻഷ്യൽ ഒന്നല്ല കേട്ടോ, ഓൺലൈനായി പഠിച്ചിട്ട് നീറ്റിന് വേണ്ടിയായിരുന്നു പഠിച്ചത്. പക്ഷെ ഇപ്പൊ മെയിൻസ് റിസൾട്ട് വന്നപ്പോൾ ഏകദേശം 97% ഉണ്ട് അല്ലെ. സോ ഹസീബ എങ്ങനെയാ പഠിച്ചത് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്ത് തോന്നുന്നു? ഫസ്റ്റ് എങ്ങനെ നേടി നീത്? ഹാർഡ് വർക്ക് തന്നെയാണല്ലേ, അത് പറയാം. ഏറ്റവും ഫസ്റ്റ് +1 ജോയിൻ ചെയ്തത് ഡെയിലി എങ്ങനെയായിരിക്കും ഒരു പഠനമൊക്കെ? ആദ്യം വെക്കേഷൻ സമയത്ത് ഡെയിലി പഠനം മാത്രമായിരുന്നു. മറ്റു ഡിസ്ട്രാക്ഷൻ ഫോണുണ്ട്, അത് വേറെ കുറച്ച് സമയം ബാക്കി പഠനം. സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും നിന്റെ റുട്ടീൻ വരിക? ഞാൻ രാവിലെ 5 മണി 5:30 എണീക്കും. നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് 5:30 മുതൽ പഠിക്കാൻ തുടങ്ങും. 5:30 പഠിക്കാൻ തുടങ്ങും. 7:30 വരെ പഠിക്കും. പിന്നെ സ്കൂളിലേക്കുള്ള 2 മണിക്കൂർ പഠിക്കും. 7:30 വരെ എന്തായാലും പഠിക്കും. 7:45 അങ്ങനെ പോകും. പിന്നെ സ്കൂളിലേക്കുള്ള പിന്നെ സ്കൂളിൽ പോയി വരുന്നത് ഒരു 5:30 എല്ലാം ആവും വീട്ടിലെത്താൻ. പിന്നെ കുളിച്ച് ഫ്രഷ് നിസ്കരിച്ച് എല്ലാം കഴിയുമ്പോൾ പിന്നെ മഴ നിസ്കരിച്ചതിന് ശേഷം 7 മണിയാകുമ്പോൾ തുടങ്ങും. എത്ര സമയം വരെ? പിന്നെ 11 മണി കഴിഞ്ഞാൽ കിടക്കും. അപ്പൊ അതുവരെ 10:30 വരെ. അപ്പം ഓൾമോസ്റ്റ് ഒരു 5:30 to 6 hours ഡെയിലി പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ആൻഡ് ആ പഠിച്ചത് തന്നെയാണോ ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്? ഇതില് എങ്ങനെയാണ് നിനക്ക് ഇപ്പൊ നിന്റെ ഫോൺ യൂസ് അതാണ് മെയിൻലി എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്. അതായത് ഫോൺ യൂസേജ് ഒക്കെ എങ്ങനെയായിരുന്നു? എങ്ങനെയാ എത്ര സമയം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കും? ഇൻസ്റ്റാഗ്രാം ഇല്ല. ഓ ഓക്കെ. യൂട്യൂബ് ഉണ്ട്, പക്ഷെ യൂട്യൂബിന് ലോക്കാണ്. ലോക്ക് എനിക്കറിയില്ല, ഉമ്മക്ക് മാത്രമേ അറിയൂ. ഓ, പാസ്വേഡ് ഉണ്ട്. അപ്പൊ ക്ലാസ് കാണുന്ന സമയത്ത് ഞാൻ ഉമ്മയുടെ അടുത്ത് പോയി തുറക്കും. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ബാക്ക് അടിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റർവ്യൂ ചെയ്ത 3 ആൾക്കാർക്കും ഇൻസ്റ്റ ഇല്ല കേട്ടോ. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ പലരെ ആൾക്കാരെന്തായിരിക്കും ഒരുപാട് കഴിവുണ്ടായിട്ടും അത്ര നല്ല മാർക്ക് സ്കോർ ഇല്ല, നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് എത്താത്തതിന്റെ ഒരു റീസൺ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം തന്നെയായിരിക്കും. കാരണം ഈ ഒരു 2 വർഷം ഇൻസ്റ്റ ഇല്ലാതായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ലൈഫിൽ മൊത്തം. ഇൻസ്റ്റ എടുക്കുമോ നീ ഇനി കോളേജിലേക്ക് എത്തിയാല്? എത്തൂല. അപ്പം ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാൻ? ഇപ്പൊ നീറ്റ് ആയിരുന്നു നിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പം മെയിൻസ് അത്യാവശ്യം എനിക്ക് NIT എന്തായാലും കിട്ടും. ഇനി എന്താ പ്ലാൻ വരുന്നത്? അഡ്വാൻസ് നോക്കിയിട്ട് IIT തന്നെ നോക്കാന്നുള്ളത്. യെസ്, IIT മാക്സിമം കിട്ടാന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം വെച്ചാല്, എങ്ങനെ നീ ഇങ്ങനെ എന്നും പഠിക്കാൻ മോട്ടിവേറ്റഡ് ആവുന്ന എന്താ അതിന്റെ ഒരു ഗുഡ് ടെൻസ്? എന്താ? പഠിക്കാൻ ഇഷ്ടമായിരുന്നു. പഠിക്കാൻ ഇഷ്ടമാണോ? പിന്നെ നമ്മ ആദ്യം കുറച്ച് മെനക്കെടാം, പിന്നെ നമ്മ ആ ഫ്ലോയില് അങ്ങനെ പോയിക്കോളൂ. പിന്നെ നമുക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ പഠിക്കാത്ത ഇത് തോന്നും. പാരന്റ്സ് ഒക്കെ എന്താ ബാക്ക്ഗ്രൗണ്ട്? എന്താ ഫിനാൻഷ്യലി മാത്രം മൊത്തത്തിൽ എന്താ സപ്പോർട്ടാണല്ലോ? ഉപ്പ എന്താ ചെയ്യുന്നത്? ഉസ്താദാണ്. പിന്നെ ഫിനാൻഷ്യലി എത്ര? ഓക്കെ. ആ ഒരു ഫാക്ടർ, അതായത് പലപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ +1 +2 കുട്ടികൾക്കൊക്കെ ശരിക്കും ആ ഒരു 2 വർഷം ഒരു മര്യാദയ്ക്ക് പഠിച്ചാല് ഒരിക്കലും ഓരോ പാരന്റ്സിനെ രക്ഷപ്പെടുത്താൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു രക്ഷക എന്നുള്ള റോള് കിട്ടുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു എയിം അല്ലെ തോട്ട് എപ്പോഴെങ്കിലും നിന്റെ മനസ്സിലുണ്ടായിരുന്നു? എപ്പോഴെങ്കിലും? കാരണം ഉപ്പ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഡെയിലി പോകാനായാലും വരാനായാലും കുറെ പൈസ വേണം. ഡെയിലി വരുമ്പോൾ കുറെ വേണ്ടേ. അപ്പൊ എനിക്കറിയാം ഉപ്പ കഷ്ടപ്പെടുന്നത്. അപ്പൊ ഇവരെങ്ങനെയെങ്കിലും ഞാൻ ഒരു ജോലിയിലെടുത്ത് നല്ല നിലയിൽ എത്തിച്ചോണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് അതാണ്. പക്ഷെ പിന്നെ ഞാനിങ്ങനെ നല്ല മാർക്കെല്ലാം വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര അഭിമാനമാവും. അപ്പൊ അതൊരു ഭയങ്കര ഫാക്ടർ ആയിട്ടുണ്ടല്ലോ പാരന്റ്സിന്. അവർക്ക് സന്തോഷം വരും, അല്ലെങ്കിൽ അവരെങ്ങനെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു മോഡ് എപ്പോഴും. ഇത് റിസൾട്ട് ഒക്കെ വന്നപ്പോ ഉപ്പൊക്കെ എന്ത് പറഞ്ഞു? ഭയങ്കര സന്തോഷം. ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഉപ്പ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ +1 ടെക്സ്റ്റ് ബുക്കിന് നല്ല പൈസയില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് വേണ്ട, ഞാൻ ആരുടെങ്കിലും പഴയത് വാങ്ങിക്കണം. പറഞ്ഞു വാങ്ങിക്കോ, എന്നിട്ട് പുതിയത് വാങ്ങി തന്നിട്ടുണ്ട്. എന്ത് വന്നാലും എന്നോട് നോ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് അവർ കഷ്ടപ്പെടുന്നത് എനിക്കറിയാം, ഇപ്പൊ എത്രത്തോളം കഷ്ടപ്പെടുന്നുള്ളത്. അപ്പൊ അവരത്രയും കഷ്ടപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ? നമുക്ക് ഇങ്ങനെ മാർക്ക് വാങ്ങി നല്ല ജോലി നേടി അതിൽ നമുക്ക് ജീവിക്കും. ഈ റിസൾട്ട് വന്നപ്പോ ആ ഒരു തിരിച്ചു കൊടുത്തതിന്റെ ഒരു ഫീല് വന്നു? NIT 4 കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജോബ് കിട്ടും. എനിക്ക് എത്രയും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഉമ്മക്ക് എന്തായിരുന്നു റോള്? ഉമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ഇത് തന്നെ വലിയ റോളാട്ടോ. അതായത് ഫോണ് ലോക്ക് ചെയ്ത് വെച്ച് നിനക്ക് ആവശ്യത്തിന് മാത്രം തരിക എന്നുള്ളത് തന്നെ ഭയങ്കരമായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്തു. ഒരു 5-10% അതുകൊണ്ട് മാത്രമായിരിക്കും നിനക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ റൈറ്റ്.
അപ്പം ഉമ്മ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ രാത്രി ലേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സമയത്ത് രാത്രി 8 മണിക്ക് ഉറങ്ങി ഒരു 10 മണി 12 മണി എണീച്ച് പിന്നെ പഠിക്കാൻ. അപ്പോ ഉമ്മ ആ സമയത്ത് ഫുഡെല്ലാം എനിക്ക് എടുത്ത് അവിടെ പൊത്തി വെച്ച് പിന്നെ ഉമ്മ കിടന്നിറങ്ങും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവര് ഭയങ്കര ലക്കിയാണെന്നാണ്. കാരണം ഇതുപോലത്തെ ഒരു കാരണം ഞാൻ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ആൾക്കാർ സീരിയസ് അല്ല, കുട്ടികൾ ഒട്ടും സീരിയസ് അല്ല. ഈ 2 വർഷം എന്താണ് എങ്ങനെയെങ്കിലും എൻജോയ് ചെയ്യാന്ന് ഭാവിയെ കുറിച്ച് ഒരു ചിന്തയില്ല. പക്ഷെ അത് ചിന്തിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഫേർട്ട് എടുത്തിട്ടുണ്ട്. 2 വർഷം കഷ്ടപ്പെട്ട് പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാം. 2 വർഷം കഷ്ടം, അത് സത്യമാട്ടോ. അതായത് NIT-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഇൻസ്റ്റ നോക്കിയാലൊന്നും ഒരു പ്രശ്നം നമ്മുടെ ലൈഫ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ +2 ഒന്ന് കഴിയട്ടെ, +2 കഴിഞ്ഞ് ഞാൻ ഏതെങ്കിലും കോളേജിൽ എത്തിയിട്ട് പിന്നെ ആക്കിക്കോളാം. അപ്പോൾ ഇൻസ്റ്റയിൽ അപ്പോൾ ഓൾഡ് അപ്പൊ എന്താണ് ട്രെൻഡിങ് അതെടുക്കല്ലേ, ഏറ്റവും നല്ല കോളേജിൽ നിന്ന് ചെയ്യാന്നുള്ളല്ലേ. നമ്മളെ ബിലാൽ സാറൊക്കെ അന്ന് അങ്ങനെയായിരുന്നു, ഫേസ്ബുക്ക് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷമാണ് അടുത്ത പോസ്റ്റ്, 1 വർഷത്തിന് ശേഷം അല്ലെ 3 വർഷത്തിന്. യെസ്. അപ്പം ഫസ്റ്റ് പോസ്റ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്, ഇൻസ്റ്റയിൽ എന്ത് ഇടണം എന്നൊക്കെ. റൈറ്റ്. ഓക്കെ. ആൻഡ് ഇനി ഈ ഇപ്പൊ ഫ്രണ്ട്സൊക്കെ എല്ലാവരും നിന്നെ പോലെ തന്നെ സീരിയസ് ആണോ, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലെ കഥകൾ പറയാം, അല്ലെങ്കിൽ പുതിയ ട്രെൻഡുകളെ കുറിച്ച് പറയാം, എങ്ങനെയാണ് നീ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അത്യാവശ്യം എല്ലാവരും പഠിക്കുന്ന ടൈപ്പ് ചിലവരും അവരെല്ലാം സ്റ്റോറി പറയും, എന്താ സംഭവം അറിയില്ല, അവര് പറഞ്ഞുതരും, അങ്ങനെ ഓതാ അതായാലും വിടും, അത്രയും. ഒരിക്കലും ഈ 2 വർഷത്തെ ഒരിക്കലും ഇൻസ്റ്റ എടുക്കണം തോന്നിയിട്ടില്ല? ഇല്ല, ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആട്ടോ, ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നെ അത്. എനിക്ക് തോന്നുന്നു ഈ പഠനത്തിനേക്കാൾ ചിലപ്പോൾ ഫാമിലിയൊക്കെ ഉപ്പാനൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴായിരിക്കും വരുന്നുണ്ടാവും അല്ലെ. അത് ഭയങ്കര ബെസ്റ്റ് ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോഴുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഇനി ഇപ്പം ഇത് കാണാം, ഇപ്പൊ 10ാം ക്ലാസ്സും +1 +2 പഠിക്കുന്ന കുട്ടികളുണ്ടാവും. നമ്മള് നല്ല രീതിയിൽ എല്ലാം മനസ്സിലാക്കി പഠിക്കാം. പഠിച്ച് അങ്ങനെ പഠിച്ചാൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് മനസ്സിലാക്കി പഠിച്ചാല് ഇതാണ്, ഇത് തന്നു അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. പിന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം, അതാണ് എന്റെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ എഴുതുമ്പോ ജെയ് ആണല്ലോ, ഞാൻ നീറ്റിനാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആരെന്നോട് ചോദിക്കാൻ വരില്ല എനിക്ക് എന്താ ജെയിൽ മാർക്ക് പറഞ്ഞത്. അപ്പൊ ഞാൻ പോയി ഫിസിക്സ്, ആദ്യം ഞാൻ മാത്സ് സ്കിപ്പ് ചെയ്തു, ഫിസിക്സ് സമാധാനത്തോടെ എനിക്ക് നല്ല രീതിയിൽ ഫിസിക്സ് എഴുതാൻ പറ്റും, സമാധാനത്തോടെ എഴുതി. പിന്നെ കെമിസ്ട്രി സമാധാനം ഇത് എഴുതാൻ പറ്റും. നീ ജെയ്ക്ക് വേണ്ടി ഒട്ടും നോക്കിയില്ല, അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്തൊക്കെ ക്ലാസ് ആണോ? പരീക്ഷയുടെ സമയത്ത് എച്ച് ബോർഡിന്റെ ക്രിസ്മസ് വെക്കേഷൻ തന്ന ലൈവ്, അന്നത്തെ ലൈവുകൾ, ഫിസിക്സും കെമിസ്ട്രിയും ആ ലൈവുകൾ കാണുമ്പോൾ ഞാൻ കുറച്ച് നോക്കിയിരുന്നു, പക്ഷെ എനിക്കൊന്നും അത് നല്ല ഡിഷൻ. ഫിസിക്സും കെമിസ്ട്രിയും തന്നെ നല്ല പെർസെന്റേജും വന്നിട്ടുണ്ടാവും. അപ്പം പരീക്ഷയുടെ തലേന്ന് ജസ്റ്റ് ജെയ് എന്താന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആ ലൈവുകളൊക്കെ കണ്ടു. അന്ന് ക്രിസ്മസ് എന്തായാലും വളരെ നല്ല ഒരു തീരുമാനമായി പോയിട്ടുണ്ട് അല്ലെ. ഇപ്പം ഒന്നാമത് ലൈഫ് സെറ്റിൽഡ് ആയി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട്. പിന്നെ പാരന്റ്സിനാണെങ്കിലും ഇനി എന്താണ് 4 വർഷം കൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അവിടെ എന്താണ് വല്ലാതെ നീ ഒന്നും ഉഴപ്പിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് എന്താണ് ഇപ്പം ഉപ്പൊക്കെ എന്താണോ നിന്റെ സ്വപ്നം കാണുന്നത് ആ ഒരു രീതിയിലേക്ക് നിനക്ക് എത്തിക്കാൻ പറ്റും. ആൻഡ് അവരോട് ഒരിക്കൽ കൂടെ പറയാൻ ഭാഗ്യം ചെയ്ത പാരന്റ്സ് ആണ്. കാരണം എന്താ വെച്ചാല് ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഇപ്പൊ കിട്ടാറില്ല. അപ്പം ഓൾ ദി ബെസ്റ്റ് ലൈഫിൽ എന്താണ് ഇനി അങ്ങനെ തന്നെ.